അപകടവുമായി ബന്ധപ്പെട്ടുള്ള വിവരം തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ആലപ്പുഴ കളർകോടുണ്ടായ വാഹന അപകടം. അതിന് ഞെട്ടൽ മാറുന്നതിന് മുൻപെയാണ് മറ്റൊരു അപകടമുണ്ടായത്. ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ കളക്ട്രേറ്റ് ജംഗ്ഷനിലെ വിവരത്തെക്കുറിച്ചാണ്. അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പ്രദേശത്തെ സിഗ്നൽ സംവിധാനം തകർന്നതോടെ രാത്രികാലങ്ങളിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ മതിയായ ഹമ്പോ സിഗ്നലോ നിർമ്മിച്ചാൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാനും കഴിയൂ. ആലപ്പുഴ കളക്ട്രേറ്റ് ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജംഗ്ഷനിൽ സ്ഥിരമായിട്ട് അപകടങ്ങൾ നടക്കുന്ന ഇടമാണ്. കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമായിട്ടും ഇവിടുത്തെ ഈ സിഗ്നൽ സംവിധാനം തകരാറിലായതാണ് ഈ അപകടങ്ങൾ കൂടുതൽ തുടർക്കഥയാവുന്നത്. രാത്രികാലങ്ങളിലാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നതെന്നാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളും മറ്റും പറയുന്നത്. ഇവിടെ ഒരു 4 കൂടിയ കവലയാണ്. ഈ 4 ഇടത്തേക്കും നിരവധിയായ വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് രാത്രി സമയത്താണ്. ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പകൽ സമയങ്ങളിൽ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളും ഇവിടെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ക്രൗഡ് മനസ്സിലാവില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ എറണാകുളത്ത് നിന്നും വരുന്ന വണ്ടികളാണെങ്കിലും കൊള്ളാം, കളക്ട്രേറ്റ് അതായത് കായംകുളത്ത് നിന്ന് വരുന്ന വണ്ടികളാണെങ്കിലും ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗങ്ങളിലൊക്കെ വരുന്ന വണ്ടികൾ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ഇത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സിഗ്നലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെയുള്ളൊരു ഇത് സിഗ്നലാണ്, അത് ജംഗ്ഷനാണ് എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ സിഗ്നലിൽ എന്ത് സംഭവിച്ചതാണ്? സിഗ്നലിൽ ഇപ്പം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം സത്യം പറഞ്ഞാലില്ല. കച്ചവടക്കാരെല്ലാവരും കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രഷർ കൊടുത്ത് നമുക്കൊരു 3 സിഗ്നൽ നമുക്ക് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് നൽകുകയുണ്ടായി. ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റ് ഉണ്ടായതിന്റെ ശേഷം ആ സിഗ്നൽ ഇവിടെ ഒടിഞ്ഞു വീണിട്ട് ഏകദേശം ഒരു 2-3 മാസത്തിനടുത്തായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് കഴിഞ്ഞ ദിവസം. എത്ര നാളായി ഇവിടെ? ഈ ഏകദേശം ഒരു 2 മാസത്തിന് മുകളിലായി. 2 മാസം മുമ്പ് ഇവിടെ അപകടം നടന്ന ശേഷം ഈ സിഗ്നൽ സംവിധാനം തകരാറിലായതാണ്. ഈ സിഗ്നൽ സംവിധാനം കഴിഞ്ഞ 2 മാസമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിന് ശേഷം ഇവിടെ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സിഗ്നൽ റെഡിയാക്കാനോ അല്ലെങ്കിൽ ഈ ഇതൊന്ന് പരിഹരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുന്നില്ല. പറയുന്നത് ശരിയാണ്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഇവിടെ വണ്ടി ഇടിച്ച് കിടക്കുന്നതാണ്. കട വരുമ്പോഴത്തേക്ക് രാവിലെ ഞങ്ങൾ 4 മണിയാകുമ്പോൾ അടച്ചു പോകും. കൂടുതലും വെളുപ്പിനാണല്ലോ പരിപാടി നടക്കുന്നത്, ഇടി നടക്കുന്നത്. അപ്പോൾ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇടിച്ച് വളഞ്ഞ് കുത്തിയൊക്കെ കിടക്കുന്നതാണ് കാറും. സ്ഥിരമുണ്ട്. രാത്രിയിൽ ഒരു 10 മണി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകും. കടകളൊക്കെ അടച്ച ശേഷം ഇത് സ്ഥിരമായിട്ടുണ്ട്. ഇപ്പം തന്നെ 4-5 അപകടം 2 മാസം ഇപ്പം നടന്നു കഴിഞ്ഞു. ഇത് പ്രധാനമായിട്ട് സിഗ്നലിന്റെ ഒരു അഭാവമാണ്. സിഗ്നൽ ഇല്ലാത്തതാണ് കുഴപ്പം. വളരെ കാര്യമായിട്ട് സിഗ്നൽ വേണം. ജംഗ്ഷനല്ലേ. വിദേശികൾ വരുമ്പോൾ ആർക്കും അറിയില്ല എവിടുന്നാണ് ഈ വണ്ടി വരുന്നത്, എങ്ങോട്ടാ പോകണ്ടെന്ന് അറിയില്ല. ഇപ്പം വിദേശികൾ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ ഇതര ജില്ലകളിൽപ്പെട്ടവർ പാസ് ചെയ്യുമ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും അറിയില്ല എങ്ങോട്ടാ പാസ് ചെയ്യണമെന്നുള്ളത്. എല്ലാവരും ഒരേ സ്പീഡിൽ വരും. ഹൈവേ ആണെന്നും പറഞ്ഞു ഒന്നെങ്കിൽ ഹമ്പ് വേണം അല്ലെങ്കിൽ ലൈറ്റ് വേണം. ഇത് രണ്ടും ഇല്ലാത്തതിൻ്റെ അപാകത, രാത്രി ഡ്രൈവർമാരുടെ അശ്രദ്ധമായ ഓട്ടം, ഉറക്കക്ഷീണം, ഇതല്ലെങ്കിൽ കുറേയൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കാം. സിഗ്നൽ അത്യാവശ്യം. ഈ വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് വലിയ അപകടങ്ങൾക്ക് ഇവിടം വേദിയാകുന്നത് സ്ഥിരമാണ് എന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. പ്രോപ്പറായ ഒരു സിഗ്നൽ സംവിധാനം അടിയന്തരമായിട്ട് വേണം. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു ഹമ്പ് സംവിധാനം കൂടി വേണമെന്നാണ് ഇവരുടെ നിർദ്ദേശം.